അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബുൽ ആല മൗദൂദിയും അമീൻ അഹ്സൻ ഇസ്ലാഹിയും ചേർന്നെഴുതിയ മുസ്ലിം സ്ത്രീകളും ഇസ്ലാമിക പ്രബോധനവും എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇസ്ലാമിൽ സ്ത്രീയുടെ സ്ഥാനം എത്ര ഉയർന്നതാണെന്ന് ശക്തമായി തെളിയിക്കുന്ന ഒന്നാണ് ഈ പുസ്തകം. പുസ്തകത്തിലെ മനസ്സിൽ തട്ടുന്ന ഒരു സംഭവമാണ് ഉഹുദ് യുദ്ധത്തിൽ നിന്നുള്ള ഒരു സ്വഹാബി വനിതയുടെ കഥ. തിരുമേനി ഷഹീദായെന്ന വാർത്ത പരന്നു. വാർത്ത മദീനയിൽ എത്തേണ്ട താമസം. ഒരു അൻസ്വാരി വനിത എല്ലാം മറന്ന് യുദ്ധഭൂമിയിലേക്ക് ഓടി. തിരുമേനി ഷഹീദായെന്ന വാർത്ത വാസ്തവമാണോ എന്നറിയണം. യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു വരുന്നവരോട് കണ്ടവരോടെല്ലാം അവർ തിരുമേനിയെക്കുറിച്ച് അന്വേഷിച്ചു. പലരും വേദനാജനകമായ മറ്റൊരു വാർത്തയാണ് അവരോട് പറഞ്ഞത്. പിതാവും പ്രിയ ഭർത്താവും യുവാവായ മകനും ഷഹീദായിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ പിതാവിൻ്റെയോ ഭർത്താവിൻ്റെയോ മകൻ്റെയോ കാര്യമല്ല ചോദിച്ചത്, എന്താണ് തിരുമേനിയുടെ സ്ഥിതി എന്നാണ്. പ്രവാചകൻ സുരക്ഷിതനാണെന്ന് അറിയിച്ചിട്ടും സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നതുവരെ അവർ വിശ്വസിച്ചിരുന്നില്ല. തിരുനബിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ എന്നാണ്. ഈ കഥ മുസ്ലിം വനിതകളുടെ ധൈര്യവും സമർപ്പണവും ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എത്ര ശക്തമായിരുന്നതെന്ന് തെളിയിക്കുന്നു. യുദ്ധമേഖലയിൽ പുരുഷന്മാർ അമ്പും വില്ലുമിട്ട് പോരാടുമ്പോൾ സ്ത്രീകൾ വെള്ളം കൊടുക്കുക, മുറിവ് കെട്ടുക, പരിക്കേറ്റവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതെല്ലാം ചെയ്തു. ദീനിൻ്റെ സേവനം പുരുഷന്മാരുടേത് മാത്രമല്ലെന്ന് ഈ സ്ത്രീകൾ തന്നെ ലോകത്തെ പഠിപ്പിച്ചു. ഇസ്ലാം വരുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് സമൂഹത്തിൽ വിലയില്ലായിരുന്നു. പക്ഷേ ഇസ്ലാം സ്ത്രീയെ മകൾ, സഹോദരി, ഭാര്യ, ഉമ്മ എന്ന ഓരോ സ്ഥാനത്തും ആദരിച്ചു. അവൾക്ക് വിവാഹാവകാശം, സ്വത്തവകാശം, പാരമ്പര്യാവകാശം, സുരക്ഷ, മാന്യത എല്ലാം ഉറപ്പാക്കി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാവിൻ്റെ സ്ഥാനം സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് ഉയർത്തിക്കാട്ടിയതും ഇതിൻ്റെ തെളിവാണ്. പുസ്തകം പറയുന്നത് വളരെ വ്യക്തമാണ്. സ്ത്രീയുടെ യഥാർത്ഥ ഉന്നമനം ഈമാനിലും കുടുംബത്തിൻ്റെ സുസ്ഥിരതയിലും നല്ല സ്വഭാവത്തിലും അറിവിലുമാണ്. ഇസ്ലാമിക സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ സ്ത്രീകൾക്ക് വമ്പൻ പങ്കാണ്. അവരുടെ ജീവിതശൈലി, സംഭാഷണം, പഠനം, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കൽ ഇതെല്ലാം പ്രബോധനത്തിൻ്റെ ശക്തമായ രൂപങ്ങളാണ്. എന്നാൽ ഇന്നത്തെ സ്ഥിതി ചെലവ് കൊടുക്കേണ്ടത് പുരുഷനാണെന്ന പോലെ ദീനിനു വേണ്ടി പരിശ്രമിക്കേണ്ട കടമയും പുരുഷനാണെന്ന് ധരിക്കപ്പെട്ടിരിക്കുന്നു. സ്വഹാബി വനിതകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ദീനിൻ്റെ പ്രവർത്തനം ചെയ്യുന്ന പുരുഷന്മാർക്ക് മാനസിക പിന്തുണയും സുരക്ഷയും നൽകുകയും വീടുകൾ സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കുകയും ചെയ്തു. അവരുടെ ത്യാഗം, ധൈര്യം, സ്ഥിരത ഇന്നും പ്രചോദനമാണ്. ഇസ്ലാമിക പ്രബോധനത്തിലും ദീനിൻ്റെ സേവനത്തിലും സ്ത്രീയുടെ പങ്ക് അനിവാര്യവും ഒഴിച്ചുകൂടാനാവാത്തതുമാണ്. സ്വന്തം ജീവിതം മാതൃകയാക്കി മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ടവരാണ്. പുസ്തകത്തിൻ്റെ അവസാനം വനിതകൾക്കുള്ള ചില മനോഹര നിർദ്ദേശങ്ങളും ഉണ്ട്. സ്വന്തം വ്യക്തി വളർച്ച, കുടുംബ പ്രബോധനം, അറിവ്, വായന, ആത്മീയ ശക്തി, സമൂഹത്തിൽ നല്ല പ്രതിച്ഛായ ഇവയാണ് ഓരോ മുസ്ലിം വനിതയും ശ്രദ്ധിക്കേണ്ട മേഖലകൾ. ആകെ നോക്കുമ്പോൾ ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. മുസ്ലിം വനിതകൾ ദീനിൻ്റെ സന്ദേശവാഹകരാണ്. അവരുടെ ജീവിതം തന്നെ ഒരു ദാവത്താണ്.